നമസ്തേ. നമ്മുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കാര്യം നമ്മുടെ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ദിവസവും ചെയ്യുകയാണെങ്കിൽ, കൃത്യമായിട്ട് ശരിയായ രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ മുഴുവൻ തോട്ട് പ്രോസസ്സ്, നിങ്ങളുടെ ഡെയിലി ലൈഫ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ഹാപ്പിനെസ് ലെവൽ എല്ലാം മാറുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഡെയിലി ചെയ്തു പോകേണ്ട പ്രാണായാമത്തിനെ കുറിച്ചല്ലേ. പ്രാണായാമവും മെഡിറ്റേഷനും എങ്ങനെയാണ് നമ്മുടെ തോട്ടിനെ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ മാറ്റുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് റെഗുലറായിട്ട് നമ്മൾ കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളുടെ നിലവിലുള്ള ഈ ഒരു ബോധത്തിൽ നിന്ന് നമ്മൾ ഒരു പ്രത്യേക തലത്തിലേക്ക് മാറ്റപ്പെടുന്നുണ്ട്. അതായത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണെന്ന് അർത്ഥം. അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം വെറുതെ ഇരുന്ന് ചെയ്തതുകൊണ്ട് മാത്രം ഫലം കിട്ടണമെന്നില്ല. റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരു പ്രാക്ടീസാണ്. പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ശരിയായ ഒരു ഫോമിലേക്ക് നിങ്ങൾ കുറച്ച് നാൾ കൊണ്ട് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം നിങ്ങളിൽ കാണും. അതിൻ്റെ ഗുണം കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മുഖസൗന്ദര്യം കൂടും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ആയുസ് കൂടുന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുഖസൗന്ദര്യം കൂടുന്നത് എങ്ങനെ, നിങ്ങളുടെ മുഖത്തുള്ള തിളക്കം വർദ്ധിക്കും. മറ്റുള്ള ആളുകൾ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തൊരു സന്തോഷം അവർക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചൈതന്യം അവർ ഫീൽ ചെയ്യും. അതെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ മനസ്സ് നന്നായിട്ട് ശാന്തമാകാൻ തുടങ്ങും. നമുക്ക് അനാവശ്യമായിട്ടുള്ള സ്വഭാവ രീതികൾ, ചിന്തകൾ, ഇതൊക്കെ ഒന്ന് പതുക്കെ കുറഞ്ഞു വരാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ മെഡിറ്റേഷനും പ്രാണായാമസൊക്കെ കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ദേഷ്യത്തിൽ നല്ല മാറ്റമുണ്ട്, സ്വഭാവത്തിൽ മാറ്റമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ദുശീലങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ നല്ല മാറ്റമുണ്ട് അല്ലേ, സംസാരിക്കുന്ന രീതിയിൽ മാറ്റം വരുന്നുണ്ടെന്ന്. മനസ്സ്, അതായത് നമ്മളിങ്ങനെ ഒരു ഡിസ്റ്റർബ് ആയിരിക്കുന്ന ഒരു മനസ്സിൽ നല്ല രീതിയിലുള്ള ഒരു ഫോക്കസിങ് ഉണ്ടാവില്ല, ഷാർപ്പ്നെസ് ഉണ്ടാവില്ല, നല്ല തോട്ട് അങ്ങനെ വന്നിട്ട് നടപ്പിലാക്കാനുള്ള വിൽ പവർ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ മനസ്സ് ശാന്തമാവുന്നതനുസരിച്ച് ഈ കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ മാറ്റം വരും. മനസ്സിനെ അങ്ങനെ ശാന്തമാക്കി കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ സ്വഭാവം മാറി, ലൈഫ് മാറി. ഉറക്കമില്ലാത്ത ആളുകളാണെങ്കിൽ നന്നായിട്ട് ഒരു ഉറക്കം ലഭിച്ചു തുടങ്ങും. ഒരു ശാന്തത നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. അപ്പോൾ അതിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാഡീശുദ്ധി പ്രാണായാമം. മെഡിറ്റേഷനും നമ്മൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ ഫോളോ ചെയ്ത് പാത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് മെഡിറ്റേഷൻ്റെ ഫലം നമുക്ക് കിട്ടി തുടങ്ങുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിവസവും ചെയ്തിരിക്കേണ്ട 2 പ്രാണായാമത്തിനെ കുറിച്ച്. കണ്ടു കാണുമെന്ന് വിചാരിക്കുകയാണ്. താഴെ ഞാൻ ലിങ്ക് കൊടുക്കുന്നത്, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ യോഗ ചെയ്യുന്നു, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. അതേപോലെ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന അതേപോലെ തന്നെ നമ്മൾ മനസ്സിനും നമ്മുടെ ബ്രീത്തിനും ഒക്കെ വലിയ രീതിയിൽ പ്രാധാന്യം കൊടുക്കണം. അറിവ് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് ഒരു കാര്യവുമില്ല. അത് ഡെയിലി നമ്മൾ നമ്മുടെ ലൈഫിലും മറ്റുള്ളവർക്കും വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രാണായാമം നാഡീശുദ്ധി പ്രാണായാമമാണ്. മുൻപുള്ള വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയതാണ്. ഒന്ന് കണ്ടു നോക്കുക കേട്ടോ, കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാവും. നമ്മുടെ പ്രാണിക് ഊർജ്ജത്തെ, ശരീരത്തിലുള്ള നമ്മളെ പല രീതിയിലായി വിഘടിച്ച് കിടക്കുന്ന നമ്മുടെ ഊർജ്ജത്തെ നമ്മളൊരു പ്രത്യേക രീതിയിലേക്ക് മാറ്റപ്പെടുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒഴുക്കിനെ, അതിൻ്റെ അളവിനെ നമ്മൾ ഉയർത്തുന്നു. പ്രാണോർജ്ജത്തെ വർദ്ധിപ്പിക്കുന്നത് വഴി നമുക്ക് എപ്പോഴും ആക്റ്റീവായിരിക്കാൻ സാധിക്കും. നിരാശ അല്ലെങ്കിൽ ടെൻഷൻ, ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കും. ഓവർ തിങ്കിങ് നമുക്ക് ഇല്ലാതിരിക്കും. ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വജ്രാസനത്തിലോ പത്മാസനത്തിലോ അല്ലെങ്കിൽ സുഖാസനത്തിലോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം. നട്ടിൽ നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാം. തുടക്കത്തിൽ നിങ്ങൾക്ക് 6 മുതലോ അല്ലെങ്കിൽ 9 റൗണ്ടോ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു പോകാവുന്നതാണ്. പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ഓരോ ബ്രീത്തും വളരെ ഡീപ്പായിരിക്കണം, പക്ഷേ വളരെ സോഫ്റ്റ് ആയിരിക്കണം. ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യാന്ന് പറയുമ്പോൾ ഒന്നായിട്ട് നമ്മൾ വലിച്ചെടുക്കുക, പുറത്തേക്ക് വിടുന്ന രീതിയല്ല. വളരെ സാവധാനം. ശരിക്കും നമ്മുടെ ശബ്ദം, നമ്മുടെ ബ്രീത്തിൻ്റെ സൗണ്ട് നമുക്ക് പോലും കേൾക്കാൻ പറ്റാത്തതുപോലെ വളരെ പതുക്കെ ശ്രദ്ധയോട് കൂടി എടുക്കുക. അതിനെ വളരെ സാവധാനം പുറത്തേക്ക് വിടുക. ആ ശ്വാസത്തിൻ്റെ ഒരു രീതി അങ്ങനെ വെക്കുക. അങ്ങനെ വെച്ചിട്ട് ശ്രദ്ധ നമ്മൾ അതിൽ നിന്നും ബ്രീത്തിൽ നിന്നും മുറിഞ്ഞു പോകാതെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പഠിക്കുക. കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് വേറെ ഒരു വഴിക്കും പോകാതാവും. അതായത് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒരു തവണ ശ്രദ്ധിച്ചാൽ രണ്ടാമത്തെ തവണ ഇപ്പോൾ നമ്മൾ മറന്നു പോകും ശ്രദ്ധിക്കാൻ. എത്ര കൗണ്ടായി നമ്മൾ മറന്നു പോകും, ശ്രദ്ധ കിട്ടില്ല. അങ്ങനെ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ച് നാൾ കൊണ്ട് മനസ്സ് വേറെ എവിടെയും പോകാതെ ഇതിൽ മാത്രം നിൽക്കും. അപ്പോൾ അതിൽ ലയിച്ച് ചെയ്യുമ്പോൾ ഭയങ്കരമായൊരു മാറ്റമായിരിക്കും നമുക്കുണ്ടാവും. നമ്മുടെ ഇടത് കൈ ചിന്മുദ്രയിൽ വെക്കുക, ഇൻഡെക്സും തമ്മിൽ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ. ബാക്കി 3 വിരലുകൾ നിവർത്തി വെക്കുക. വലത് കൈ നമുക്ക് നാസിക മുദ്ര, അതായത് 2 വിരലുകളും ചുരുട്ടി വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ നിവർത്തി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഈ 2 വിരലുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബ്രീത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് നട്ടിൽ നിവർത്തി ഫേസൊക്കെ നേരെ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം ഡീപ്പായിട്ട് 2-3 തവണ ഇൻഹേൽ എക്സേൽ ചെയ്യുക. ഒന്ന് കൂളായിട്ട്, ഒന്ന് കാമായതിനു ശേഷം ഇടത് കൈ ചിന്മുദ്രയിലും വലത് കൈ 2 വിരലുകൾ മടക്കിയിട്ട് പിടിക്കാം. എന്നിട്ട് നമ്മൾ നിവർന്നിരുന്നിട്ട് മാക്സിമം ഫേസൊക്കെ വെച്ച് വളരെ സന്തോഷത്തോടു കൂടി റൈറ്റ് സൈഡ് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുന്നു. ലെഫ്റ്റിലൂടെ ഇൻഹേൽ ചെയ്യുക, സാവധാനം. ഇനി ലെഫ്റ്റ് ക്ലോസ് ചെയ്യുക, റൈറ്റിലൂടെ എക്സേൽ ചെയ്യുക.
അതും സാവധാനം തന്നെ ചെയ്യാം. വീണ്ടും റൈറ്റിലൂടെ തന്നെ ഇൻഹേൽ ചെയ്യുക. റൈറ്റ് ക്ലോസ് ചെയ്യുക. ലെഫ്റ്റിലൂടെ എക്സേൽ. വീണ്ടും ലെഫ്റ്റിലൂടെ ഇൻഹേൽ. ലെഫ്റ്റ് ക്ലോസ് ചെയ്തു. റൈറ്റിലൂടെ എക്സേൽ. വീണ്ടും റൈറ്റിലൂടെ ഇൻഹേൽ. റൈറ്റ് ക്ലോസ് ചെയ്തു. ലെഫ്റ്റിലൂടെ എക്സേൽ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. തുടക്കക്കാരാണെങ്കിൽ പോലും നമ്മൾ റൈറ്റ് ക്ലോസ് ചെയ്ത് ലെഫ്റ്റിലൂടെ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനെ നമ്മൾ റൈറ്റിലൂടെ പുറത്ത് വിടുന്നു, ലെഫ്റ്റ് ക്ലോസ് ചെയ്തിട്ട്. വീണ്ടും റൈറ്റിലൂടെ ഉള്ളിലേക്ക് എടുക്കുന്നു ശ്വാസം. അത് കഴിഞ്ഞ് റൈറ്റ് ക്ലോസ് ചെയ്ത് ലെഫ്റ്റിലൂടെ പുറത്ത് വിടുമ്പോൾ ഒരു റൗണ്ടായി. അതാണ് ശരിക്കും ഒരു റൗണ്ട് എന്ന് പറയുമ്പോൾ. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് ഓരോ ദിവസവും ഒരു വീക്കിൽ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 or 3 റൗണ്ട് വെച്ച് പതുക്കെ കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ്. തിരക്ക് പിടിച്ച് ആദ്യം തന്നെ ഒരുപാട് തവണ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. കാരണം തുടക്കത്തിലെ ഒരുപാട് തവണ ചെയ്യുന്നതിലൊന്നും പ്രത്യേകിച്ച് ഗുണമില്ല. നമ്മളിതിനെ ആദ്യം ഒന്ന് അറിയുക, പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ഒരു രീതിയിലേക്ക് വന്നതിന് ശേഷം പതുക്കെ അതിൻ്റെ തവണകൾ കൂട്ടി ആസ്വദിച്ച് ചെയ്യാൻ പഠിക്കുക. 10 തവണ എണ്ണം തയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതും ഒരു തവണ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആസ്വദിച്ച് ചെയ്യുന്ന തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്, ഗുണത്തിലും ചെയ്യുന്ന രീതിയിലൊക്കെ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ദിവസവും നിങ്ങളുടെ വർക്കൗട്ടിന് ശേഷമോ അല്ലെങ്കിൽ നിങ്ങളുടെ യോഗ സെഷന് ശേഷമോ ഒക്കെ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പക്ഷേ നിർബന്ധമായിട്ടുള്ളൊരു കാര്യം, എല്ലാ ദിവസവും ഫോളോ ചെയ്യുക. ഓരോ ദിവസവും പുതിയ ഫീൽ അതിൽ നിന്ന് കൊണ്ടുവരിക. ഓരോ ദിവസവും നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു റീഫ്രഷ്നെസ് ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ നല്ലൊരു സുഖം മനസ്സിന് ഫീൽ ചെയ്യണം. നേരെ മറിച്ച് ഒരു ബുദ്ധിമുട്ടായിരിക്കരുത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഫോളോ ചെയ്യുന്നുള്ള നിർബന്ധമായ കാര്യമാണ്. ഇതിന് ശനിയോ ഞായറോ വീക്കെൻഡോ ഒന്നുമില്ല, എല്ലാ ദിവസവും ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. ലൈഫിൻ്റെ കൂടെ ലൈഫ് ടൈം നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമാണ് ബ്രീത്തിങ് എക്സസൈസ്, പ്രാണായാമം, മെഡിറ്റേഷനൊക്കെ. അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ലൈഫ് മാറുന്നത്, നിങ്ങളുടെ രീതി, നിങ്ങളുടെ മാനസികാവസ്ഥ മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രാണായാമം ചെയ്യുമ്പോൾ നിവർന്നിരിക്കണം, ഫേസ് നേരെ വെക്കണം. ഏത് പ്രാണായാമം ചെയ്യുമ്പോഴും മനസ്സിനെ ഒന്ന് സജ്ജമാക്കണം. വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുക, ഒരു കാംനെസ് കൊണ്ടുവരിക. അതിനുശേഷം ഇതിലേക്ക് കിടക്കുക. കാരണം ഇതൊരു ഫീലാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. അതിനെയാണ് നമ്മൾ ഡെവലപ്പ് ആക്കുന്നത്. ശരീരത്തിൻ്റെ ഇടതുഭാഗത്തെയും വലതുഭാഗത്തെയും നാഡികളെയും നമ്മുടെ പ്രാണിക്കോർജ്ജത്തെയൊക്കെ ഒരേപോലെ ബാലൻസ് ചെയ്യാൻ സഹായിക്കും. നല്ലൊരു ഉറക്കം ലഭിക്കുന്നതിന് സഹായിക്കും. നമ്മുടെ കോൺസെൻട്രേഷൻ പവർ, നമ്മുടെ ഫേസിൻ്റെ ഒക്കെ ഒരു തിളക്കം, അതൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. നമ്മുടെ ബ്രീത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്ത്, അല്ലെങ്കിൽ ബ്രീത്തിൻ്റെ ഒഴുക്ക് ഒരുപോലെ ആക്കുന്നത്, 2 ഭാഗത്തൂടെയുള്ള ബ്രീത്തിൻ്റെ ഒഴുക്കിനെ, പ്രാണോർജ്ജത്തെയൊക്കെ ഒരേപോലെ കൺട്രോൾ ചെയ്ത് നിലനിർത്തുന്നതിന് സാധിക്കും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്രാണായാമം, മെഡിറ്റേഷൻ, നമ്മുടെ യോഗയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെയുള്ള വാട്സപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നത് അതുവഴി ചോദിക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം.